Dear students, welcome. Kerala University 4ാം സെമസ്റ്റർ ബികോം കൊമേഴ്സ് വിത്ത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ വിദ്യാർത്ഥികളുടെ സോഫ്റ്റ്വെയർ ഫോർ ഡാറ്റ മാനേജ്മെന്റ് എന്ന പേപ്പറിൽ നിന്നും ഇന്ന് ചാർട്ട്സ് ഇൻ എക്സലിലെ ചാർട്ടുകൾ എന്ന ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. ചാർട്ട്സ് ഇൻ എക്സൽ എന്ന ടോപ്പിക് രണ്ടാമത്തെ മോഡ്യൂൾ മൈക്രോസോഫ്റ്റ് എക്സലിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ടോപ്പിക്കാണ് ചാർട്ട്സ് ഇൻ എക്സൽ. പലപ്പോഴും പൊതുപരീക്ഷയ്ക്ക് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ടോപ്പിക്കാണ്. പലപ്പോഴും പൊതുപരീക്ഷയ്ക്ക് വളരെയധികം ചോദ്യങ്ങൾ ഈ ഒരു സെക്ഷനിൽ ലഭിക്കാറുണ്ട്. നമുക്കറിയാം, എക്സൽ എന്ന് പറയുന്നത് ഒരു സ്പ്രെഡ്ഷീറ്റ് പ്രോഗ്രാമാണ്. ഡേറ്റ റോയും കോളവുമായിട്ട് അറേഞ്ച് ചെയ്യുന്ന പ്രോഗ്രാമുകളെയാണ് സ്പ്രെഡ്ഷീറ്റ് പ്രോഗ്രാം എന്ന് വിളിക്കുന്നത്. എക്സൽ പലപ്പോഴും ചാർട്ടുകൾ, ഡേറ്റ അനാലിസിസ്, ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ പോലെയുള്ള കാര്യത്തിന് യൂസ് ചെയ്യുന്നു. പലപ്പോഴും ഡേറ്റയെ കുറിച്ചുള്ള ഒരു വിഷ്വൽ റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത് ചാർട്ടുകളാണ്. പലപ്പോഴും വ്യത്യസ്തമായ ചാർട്ടുകൾ ഉപയോഗിക്കുന്നു. എ ചാർട്ട് ഈസ് എ ടൂൾ ദാറ്റ് ഈസ് യൂസ്ഡ് ഇൻ എക്സൽ ടു കമ്മ്യൂണിക്കേറ്റ് ഡേറ്റ ഗ്രാഫിക്കലി. ഡേറ്റ ഗ്രാഫിക്കലായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മൈക്രോസോഫ്റ്റ് എക്സലിലെ ടൂളാണ് ചാർട്ട് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ വിഷ്വൽ റെപ്രസെന്റേഷൻ ഓഫ് ഡേറ്റ. ഡേറ്റയുടെ ഒരു വിഷ്വൽ റെപ്രസെന്റേഷൻ ആണ് ചാർട്ട് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ചാർട്ട് എങ്ങനെ ഇൻസേർട്ട് ചെയ്യാമെന്ന് നോക്കാം. 3 സ്റ്റെപ്പുകളായിട്ടാണ് മൈക്രോസോഫ്റ്റ് എക്സലിൽ ഒരു ചാർട്ട് ഇൻസേർട്ട് ചെയ്യുന്നത്. ഒന്നാമത്തെ സ്റ്റെപ്പിൽ സെലക്ട് ദ സെൽ യു വാണ്ട് ടു ഇൻക്ലൂഡ് ഇൻ ദ ചാർട്ട്. ചാർട്ടിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട ഡേറ്റ ഉൾക്കൊള്ളുന്ന സെല്ലുകളെ സെലക്ട് ചെയ്യുന്നു. 2, ഫ്രം ദ ഇൻസേർട്ട് ടാബ് ക്ലിക്ക് ദ ഡിസൈഡ് ചാർട്ട് കമാൻഡ്. ഇൻസേർട്ട് ടാബിൽ പോയി ആവശ്യമുള്ള ചാർട്ട് കമാൻഡിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോഴൊരു ഡ്രോപ്പ് ഡൗൺ മെനു ലഭിക്കുന്നു. ആ മെനുവിൽ നിന്നും നമുക്ക് ആവശ്യമുള്ള ചാർട്ട് ടൈപ്പ് സെലക്ട് ചെയ്യുന്നു. മൂന്നാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ സെലക്ട് ചെയ്ത ചാർട്ട് വർക്ക് ഷീറ്റിൽ എൻ്റർ ചെയ്യുന്നു. അങ്ങനെ 3 വ്യത്യസ്തമായ സ്റ്റെപ്പ് ഉപയോഗിച്ചാണ് മൈക്രോസോഫ്റ്റ് എക്സലിൽ ചാർട്ട് ഇൻസേർട്ട് ചെയ്യുന്നത്. ഇനി മൈക്രോസോഫ്റ്റ് എക്സലിലെ പ്രധാനപ്പെട്ട ചാർട്ടുകളാണ് കോളം ചാർട്ട് എന്ന് പറയുന്നത്. കോളം ചാർട്ടിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത് data that is arranged in columns or rows can be plotted in a column chart. റോയും കോളവുമായിട്ട് അറേഞ്ച് ചെയ്യുന്ന ഡേറ്റയെ നമുക്ക് കോളം ചാർട്ടിൽ പ്ലോട്ട് ചെയ്യാൻ കഴിയുന്നു. എ കോളം ചാർട്ട് ഡിസ്പ്ലേസ് കാറ്റഗറീസ് അലോങ് ഹൊറിസോണ്ടൽ ആക്സിസ്. കാറ്റഗറിയെ ഹൊറിസോണ്ടൽ ആക്സിസിൽ റെപ്രസെന്റ് ചെയ്യുന്നു. വാല്യൂസ് അലോങ് വെർട്ടിക്കൽ ആക്സിസ്. വാല്യൂസിനെ വെർട്ടിക്കൽ ആക്സിസിൽ റെപ്രസെന്റ് ചെയ്യുന്നു. ഇനിയും കോളം ചാർട്ടിന്റെ അഡ്വാൻറ്റേജ് നോക്കിയാൽ ഈസി ടു റീഡ്, സിമ്പിൾ ആൻഡ് വേഴ്സറ്റൈൽ, ഈസി ടു ആഡ് ഡേറ്റ ലേബിൾസ്. ഈ 3 അഡ്വാൻറ്റേജ് ആണുള്ളത്. ഇനി ഡിസഡ്വാൻറ്റേജ് നോക്കിയാൽ ബിക്കംസ് ക്ലസ്റ്റേർഡ് വിത്ത് ടു മെനി കാറ്റഗറീസ്. കൂടുതൽ കാറ്റഗറീസ് ആഡ് ചെയ്താൽ ക്ലസ്റ്റേർഡ് ആവുന്നു. 2, ക്ലസ്റ്റേർഡ് കോളം ചാർട്ട് ക്യാൻ ബി ഡിഫിക്കൽട്ട് ടു ഇന്റർപ്രറ്റ്. പലപ്പോഴും ക്ലസ്റ്റേർഡ് ആയിട്ടുള്ള കോളം ചാർട്ടുകളെ നമുക്ക് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ ഇന്റർപ്രറ്റ് ചെയ്യാൻ ഡിഫിക്കൽട്ട് ആണ്. നേരത്തെ പറഞ്ഞു, ഡേറ്റ വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടിയാണ് ചാർട്ടുകൾ യൂസ് ചെയ്യുന്നത്. ഇനി രണ്ടാമത്തെ ചാർട്ടാണ് ലൈൻ ചാർട്ട്. ഡേറ്റ ദാറ്റ് ഈസ് അറേഞ്ച്ഡ് ഇൻ കോളം ഓർ റോസ് ക്യാൻ ബി പ്ലോട്ടഡ് ഇൻ എ ലൈൻ ചാർട്ട്. കോളം അല്ലെങ്കിൽ റോ ആയിട്ട് അറേഞ്ച് ചെയ്യുന്ന ഡേറ്റയെ നമുക്ക് ലൈൻ ചാർട്ടിൽ പ്ലോട്ട് ചെയ്യാൻ കഴിയുന്നു. ഇൻ എ ലൈൻ ചാർട്ട് കാറ്റഗറി ഡേറ്റ ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് അലോങ് ഹൊറിസോണ്ടൽ ആക്സിസ്. കാറ്റഗറി ഡേറ്റയെ ഹൊറിസോണ്ടൽ ആക്സിസിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. വാല്യൂസ് ആർ ഡിസ്ട്രിബ്യൂട്ട് അലോങ് വെർട്ടിക്കൽ ആക്സിസ്. വാല്യൂ ഡേറ്റയെ വെർട്ടിക്കൽ ആക്സിസിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. ലൈൻ ചാർട്ട് ഷോസ് കണ്ടിന്യൂസ് ഡേറ്റ. കണ്ടിന്യൂസ് ഡേറ്റയാണ് ലൈൻ ചാർട്ട് ഡിസ്പ്ലേ ചെയ്യുന്നത്. ഇനി ലൈൻ ചാർട്ട് ഉപയോഗിക്കുന്ന ഏതൊക്കെ രീതിയിൽ ഉപയോഗിക്കാമെന്ന് ചോദിച്ചാൽ, ഇറ്റ് ഷോസ് ട്രെൻഡ് ഇൻ ഡേറ്റ. ഈക്വൽ ഇന്റർവെല്ലിലെ ഡേറ്റയുടെ ട്രെൻഡുകൾ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി പലപ്പോഴും ലൈൻ ചാർട്ടുകൾ ഉപയോഗിക്കുന്നു. മന്ത്, ക്വാർട്ടേഴ്സ് അല്ലെങ്കിൽ ഫിസിക്കൽ ഇയേഴ്സ് പോലെയുള്ള ഈക്വൽ ഇന്റർവെല്ലിൽ ഡേറ്റയ്ക്ക് ഉണ്ടാകുന്ന മാറ്റം, ആ മാറ്റത്തെ ട്രെൻഡുകൾ രൂപത്തിൽ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി പലപ്പോഴും ലൈൻ ചാർട്ടുകൾ ഉപയോഗിക്കുന്നു. ചാർട്ടുകൾ ഡേറ്റയുടെ വിഷ്വൽ റെപ്രസെന്റേഷൻ എന്ന് പറഞ്ഞു. ഇനി മൂന്നാമത്തെ പ്രധാനപ്പെട്ട ചാർട്ടാണ് പൈ ചാർട്ട്. ഡേറ്റ ദാറ്റ് ഈസ് അറേഞ്ച്ഡ് ഇൻ വൺ കോളം ഓർ റോ ക്യാൻ ബി പ്ലോട്ടഡ് ഇൻ എ പൈ ചാർട്ട്. ഒരു റോ ആയിട്ടോ അല്ലെങ്കിൽ ഒരു കോളം ആയിട്ടോ അറേഞ്ച് ചെയ്യുന്ന ഡേറ്റയെ മാത്രമേ പൈ ചാർട്ടിൽ കാണിക്കാൻ കഴിയൂ. പൈ ചാർട്ടിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത് ഇറ്റ് ഷോസ് പ്രപ്പോർഷൻ ഓഫ് വൺ ഡേറ്റ ഇൻ വോൾ സീരീസ്. മൊത്തം
സമ്മിലെ അല്ലെങ്കിൽ മൊത്തം പ്രൊപ്പോർഷനിലെ ഒരു പെർസെൻറ്റേജ് മാത്രമാണ്, ഒരു ഡേറ്റയുടെ പെർസെൻറ്റേജ് മാത്രം കാണിക്കുന്നു. പലപ്പോഴും നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ പൈ ചാർട്ടുകൾ കൂടുതലായി കാണുന്നു. കാരണം പൈ ചാർട്ട് എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയ ഒരു ചാർട്ടാണ്. പൈ ചാർട്ട് ഷോസ് എ പെർസെൻറ്റേജ് ഓഫ് ഓൾ പൈ. ആ മൊത്തം സർക്കിൾ എന്ന് പറയുന്നതിലെ ഒരു പെർസെൻറ്റേജ് ഡേറ്റയെ കാണിക്കുന്നു. പലപ്പോഴും മൾട്ടിപ്പിൾ കാറ്റഗറി എന്ന് പറയുന്ന രൂപത്തിലുള്ള ഡേറ്റ, അല്ലെങ്കിൽ ഒരു കോളം അല്ലെങ്കിൽ ഒരു റോ ആയിട്ട് അറേഞ്ച് ചെയ്യുന്ന ഡേറ്റ മാത്രമാണ് പൈ ചാർട്ടിൽ നമുക്ക് ഡിസ്പ്ലേ ചെയ്യാൻ പറ്റുന്നത്. ഏറ്റവും സിംപ്ലസ്റ്റ് ആയ ഒരു ചാർട്ട് എന്ന് പറയുന്നത് പൈ ചാർട്ടാണ്. ഇനി ഡൊഗ്നറ്റ് ചാർട്ട് എന്ന് പറയുന്ന ഒരു ചാർട്ടുണ്ട്. പൈ ചാർട്ടിനെ പോലെ തന്നെ ഡിസ്പ്ലേ ചെയ്യുന്ന ചാർട്ടാണ്. പക്ഷെ പൈ ചാർട്ടുമായിട്ട് ചില വ്യത്യാസങ്ങൾ ഈ ഡൊഗ്നറ്റ് ചാർട്ടിനുണ്ട്. ഡേറ്റ ദാറ്റ് ഈസ് അറേഞ്ച്ഡ് ഇൻ കോളം ഓഫ് റോസ് ക്യാൻ ബി പ്ലോട്ടഡ് ഇൻ എ ഡൊഗ്നറ്റ് ചാർട്ട്. കോളം അല്ലെങ്കിൽ റോയിൽ പ്ലോട്ട് ചെയ്യുന്ന ഡേറ്റ അല്ലെങ്കിൽ അറേഞ്ച് ചെയ്യുന്ന ഡേറ്റയെ നമുക്ക് പൈ ചാർട്ടായി പ്ലോട്ട് ചെയ്യാൻ കഴിയുന്നു. പൈ ചാർട്ട് ഷോസ് ദ റിലേഷൻഷിപ്പ് ടു എ വോൾ, ബട്ട് ഇറ്റ് കണ്ടെയ്ൻ മോർ ദാൻ വൺ ഡേറ്റ സീരീസ്. നേരത്തെ കണ്ട പൈ ചാർട്ടിൽ ഒരു ഡേറ്റ സീരീസേ ഉള്ളൂ. എന്നാൽ മൾട്ടിപ്പിൾ ഡേറ്റ സീരീസ് പ്ലോട്ട് ചെയ്യാൻ കഴിയുന്ന പൈ ചാർട്ടിന്റെ ഒരു വേരിയന്റ് ആണ് ഡൊഗ്നറ്റ് ചാർട്ട് എന്ന് പറയുന്നത്. പൈ ചാർട്ടും ഡൊഗ്നറ്റ് ചാർട്ടും തമ്മിൽ സിമിലാരിറ്റി ഉണ്ട്. എന്നാൽ പൈ ചാർട്ടിൽ ഒരു സിംഗിൾ ഡേറ്റ സീരീസ് മാത്രമേ ഉള്ളൂ. എന്നാൽ ഡൊഗ്നറ്റ് ചാർട്ട് കണ്ടെയ്ൻസ് മൾട്ടിപ്പിൾ ഓർ മോർ ദാൻ വൺ ഡേറ്റ സീരീസ്. മൾട്ടിപ്പിൾ അല്ലെങ്കിൽ മോർ ദാൻ വൺ ഡേറ്റ സീരീസ് ആണ് ഡൊഗ്നറ്റ് ചാർട്ടിൽ ഡിസ്പ്ലേ ചെയ്യുന്നത്. സോ ഡൊഗ്നറ്റ് ചാർട്ട് ഈസ് എ ടൈപ്പ് ഓഫ് പൈ ചാർട്ട് വിച്ച് കണ്ടെയ്ൻസ് മോർ ദാൻ വൺ ഡേറ്റ സീരീസ്. ഒന്നിൽ കൂടുതൽ ഡേറ്റ സീരീസ് ഉള്ള ഒരു പൈ ചാർട്ടിന്റെ വേരിയന്റ് ആണ് ഡൊഗ്നറ്റ് ചാർട്ട്. ഇനി അടുത്ത ചാർട്ടാണ് ബാർ ചാർട്ട്. ഡേറ്റ ദാറ്റ് ഈസ് അറേഞ്ച്ഡ് ഇൻ കോളം ഓർ റോസ് ക്യാൻ ബി പ്ലോട്ടഡ് ഇൻ എ ബാർ ചാർട്ട്. ഒരു വർക്ക് ഷീറ്റിൽ ഒരു കോളം അല്ലെങ്കിൽ റോ ആയിട്ട് അറേഞ്ച് ചെയ്യുന്ന, അല്ലെങ്കിൽ കോളവും റോയും ആയിട്ട് അറേഞ്ച് ചെയ്യുന്ന ഡേറ്റയെ നമുക്ക് ബാർ ചാർട്ടിൽ ഉപയോഗിച്ച് ഡിസ്പ്ലേ ചെയ്യാൻ പറ്റുന്നു. ബാർ ചാർട്ട് ഷോസ് ദ കമ്പാരിസൺ എമംഗ് ഇൻഡിവിജ്വൽ ഡേറ്റ ഐറ്റം. ഇൻഡിവിജ്വൽ ഡേറ്റ ഐറ്റങ്ങൾ തമ്മിലുള്ള കമ്പാരിസൺ, ഡേറ്റ തമ്മിലുള്ള കമ്പയർ ചെയ്യാൻ വേണ്ടി പലപ്പോഴും ബാർ ചാർട്ടുകൾ യൂസ് ചെയ്യുന്നു. പലപ്പോഴും നമ്മൾ ബാർ ചാർട്ട് പല കമ്പാരിസൺ പോലെയുള്ള കാര്യങ്ങൾ, തെരഞ്ഞെടുപ്പിൽ കമ്പാരിസൺ, ഓരോ പാർട്ടീസ് തമ്മിലുള്ള കിട്ടിയ വോട്ടിന്റെ അനുപാതം, അങ്ങനെ കമ്പാരിസൺ കാണിക്കാൻ വേണ്ടി പലപ്പോഴും ബാർ ചാർട്ടുകൾ യൂസ് ചെയ്യുന്നു. സോ ബാർ ചാർട്ട് ഈസ് മെയിൻലി യൂസ്ഡ് ഫോർ കമ്പയറിംഗ് ഇൻഡിവിജ്വൽ ഡേറ്റ ഐറ്റം. ഇൻഡിവിജ്വൽ ഡേറ്റ ഐറ്റംസ് കമ്പയർ ചെയ്യാൻ വേണ്ടി പലപ്പോഴും ബാർ ചാർട്ട് യൂസ് ചെയ്യുന്നു. പിന്നെ ബാർ ചാർട്ട് കാറ്റഗറീസ് ആർ ടിപ്പിക്കലി ഓർഗനൈസ്ഡ് അലോങ് വെർട്ടിക്കൽ ആക്സിസ്. കാറ്റഗറീസിനെ വെർട്ടിക്കൽ ആക്സിസിൽ അറേഞ്ച് ചെയ്യുന്നു, വാല്യൂസിനെ ഹൊറിസോണ്ടൽ ആക്സിസിൽ അറേഞ്ച് ചെയ്യുന്നു. ഇനി അടുത്തൊരു ചാർട്ടാണ് ഏരിയ ചാർട്ട്. അങ്ങനെ കോമൺ ആയിട്ട് യൂസ് ചെയ്യാത്തൊരു ചാർട്ടാണ് ഏരിയ ചാർട്ട്. ഡേറ്റ ദാറ്റ് ഈസ് അറേഞ്ച്ഡ് ഇൻ കോളംസ് ഓർ റോസ് ക്യാൻ ബി പ്ലോട്ടഡ് ഇൻ എ ഏരിയ ചാർട്ട്. കോളം അല്ലെങ്കിൽ റോ ആയിട്ട് അറേഞ്ച് ചെയ്യുന്ന ഡേറ്റയെ നമുക്ക് ഏരിയ ചാർട്ടിൽ പ്ലോട്ട് ചെയ്യാൻ കഴിയുന്നു. ഏരിയ ചാർട്ടിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത്, ഏരിയ ചാർട്ട് ക്യാൻ ബി യൂസ്ഡ് ടു പ്ലോട്ട് ചേഞ്ച് ഓവർ ടൈം. ചേഞ്ച് ഓവർ ടൈം എന്ന് പറയുന്ന ഒരു ആസ്പെക്റ്റ് ആണ് ഏരിയ ചാർട്ടിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത്. സോ ഇറ്റ് ഷോസ് ദ സം ഓഫ് പ്ലോട്ടഡ് വാല്യൂസ്. സം ഓഫ് പ്ലോട്ടഡ് വാല്യൂസ് ഡിസ്പ്ലേ ചെയ്യുന്നു. ഇറ്റ് ഷോസ് ദ റിലേഷൻഷിപ്പ് ഓഫ് പാർട്ട് ടു ഓൾ. ടോട്ടൽ പാർട്ടിൽ ഒരു ചെറിയ റിലേഷൻഷിപ്പ് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയാണ് ഏരിയ ചാർട്ട് യൂസ് ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞു ഏരിയ ചാർട്ട് ക്യാൻ ബി യൂസ് ടു പ്ലോട്ട് ചേഞ്ച് ഓവർ ടൈം. ചേഞ്ച് ഓവർ ടൈം എന്ന് പറയുന്ന ഒരു ആസ്പെക്ട് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി പലപ്പോഴും ഏരിയ ചാർട്ട് യൂസ് ചെയ്യുന്നു. വൈൽഡ് ലൈഫ് പോപ്പുലേഷൻ അല്ലെങ്കിൽ ഹ്യൂമൻ ലൈഫ് പോപ്പുലേഷൻ പോലെയുള്ള കാര്യങ്ങൾ പ്ലോട്ട് ചെയ്യാൻ വേണ്ടി ഏരിയ ചാർട്ട് യൂസ് ചെയ്യുന്നു. സോ ഏരിയ ചാർട്ട് ക്യാൻ ബി യൂസ്ഡ് ടു പ്ലോട്ട് ദ ഡേറ്റ വിച്ച് ഈസ് അറേഞ്ച്ഡ് ആസ് റോ ഓർ കോളം. ഇനി അടുത്തൊരു ചാർട്ടാണ് XY സ്കാറ്റർ ചാർട്ട്. സ്കാറ്റർ എന്ന് പറയുന്ന പേര് പോലുണ്ട്, സ്കാറ്റർ ചെയ്ത രൂപത്തിലുള്ള ചാർട്ടാണ്. ഡേറ്റ ദാറ്റ് ഈസ് അറേഞ്ച്ഡ് ഇൻ കോളം ആൻഡ് റോസ് ക്യാൻ ബി പ്ലോട്ടഡ് ഇൻ ആൻ XY ചാർട്ട്. XY സ്കാറ്റർ ചാർട്ടിൽ റോയും കോളമായിട്ട് അറേഞ്ച് ചെയ്യുന്ന ഡേറ്റയെ നമുക്ക് പ്ലോട്ട് ചെയ്യാൻ കഴിയുന്നു, നമുക്ക് വരയ്ക്കാൻ കഴിയുന്നു. ഇനി അടുത്തൊരു പ്രാധാന്യം എന്ന് പറയുന്നത്, സ്കാറ്റർ ചാർട്ട് ഹാസ് 2 ആക്സിസ്. ഒരു സ്കാറ്റർ ചാർട്ടിന് 2 ആക്സിസ് ഉണ്ട്. ഹൊറിസോണ്ടൽ എന്ന X ആക്സിസ്, വെർട്ടിക്കൽ എന്ന Y ആക്സിസ്. ഇറ്റ് കമ്പൈൻസ് X ആൻഡ് Y വാല്യൂസ് ഇൻ എ സിംഗിൾ ഡേറ്റ പോയിന്റ്.
എക്സും വൈയും വാല്യൂസിനെ കമ്പൈൻ ചെയ്ത് ഒരു സിംഗിൾ ഡേറ്റ പോയിന്റ് ആയി പ്ലോട്ട് ചെയ്യുന്ന ചാർട്ടാണ് എക്സ് വൈ സ്കാറ്റർ ചാർട്ട്. സോ എക്സ് വൈ സ്കാറ്റർ ചാർട്ട് കമ്പൈൻസ് എക്സ് ആൻഡ് വൈ വാല്യൂസ് ഇൻ എ സിംഗിൾ ഡേറ്റ പോയിന്റ്. ഒരു സിംഗിൾ ഡേറ്റ പോയിന്റ് ആയി എക്സ് വൈ വാല്യൂവിനെ കമ്പൈൻ ചെയ്തു പ്ലോട്ട് ചെയ്യുന്ന ചാർട്ടാണ് എക്സ് വൈ സ്കാറ്റർ ചാർട്ട്. ഇനി അടുത്തൊരു ചാർട്ടാണ് ബബിൾ ചാർട്ട്. ബബിൾ ചാർട്ടിന്റെ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ കോമൺ ആയിട്ട് യൂസ് ചെയ്യാത്തൊരു ചാർട്ടാണ് ബബിൾ ചാർട്ട് എന്ന് പറയുന്നത്. സോ മച്ച് ലൈക്ക് സ്കാറ്റർ ചാർട്ട്, ബബിൾ ചാർട്ട് ആഡ്സ് എ തേർഡ് കോളം ടു എ സ്പെസിഫിക് സൈസ് ഓഫ് ബബിൾ. പലപ്പോഴും ബബിൾസ് ആയി ഡിസ്പ്ലേ ചെയ്യുന്നു ഡേറ്റ. നേരത്തെ പറഞ്ഞ സ്കാറ്റർ ചാർട്ടിന്റെ പ്രാധാന്യം പറഞ്ഞു എക്സ് വൈ ഡേറ്റയെ ഒരുമിച്ച് ഒരു ഡേറ്റ പോയിന്റ് ആയി പ്ലോട്ട് ചെയ്യുന്ന ചാർട്ടാണ് എക്സ് വൈ സ്കാറ്റർ ചാർട്ട്. എന്നാൽ സ്കാറ്റർ ചാർട്ടിനെ പോലെ തന്നെ ഒരു മൂന്നാമതൊരു ഡയമെൻഷൻ ഉള്ള ഒരു ചാർട്ടാണ് ബബിൾ ചാർട്ട്. സോ ഇറ്റ് ഷോസ് ദ ഡേറ്റ പോയിന്റ് ഇൻ ഡേറ്റ സീരീസ്. ബബിൾ ആയി ഡേറ്റ പോയിന്റുകളെ ഡിസ്പ്ലേ ചെയ്യുന്ന ചാർട്ടാണ് ഒരു ബബിൾ ചാർട്ട് എന്ന് പറയുന്നത്. ഇറ്റ് റിസംബിൾസ് എ സ്കാറ്റർ ചാർട്ട്. ഒരു സ്കാറ്റർ ചാർട്ടിനെ റിസംബിൾ ചെയ്യുകയും എന്നാൽ ഡേറ്റ പോയിന്റുകളെ ബബിൾസ് ഉപയോഗിച്ച് ഡിസ്പ്ലേ ചെയ്യുന്നതുമായ ചാർട്ടാണ് ബബിൾ ചാർട്ട്. സോ എ ബബിൾ ചാർട്ട് റിസംബിൾസ് എ സ്കാറ്റർ ചാർട്ട് ബട്ട് ഇറ്റ് ഹാസ് എ 3 values ഇൻസ്റ്റെഡ് ഓഫ് 2. 2 വാല്യൂസിന് പകരം 3 വാല്യൂസ് ഉള്ള ചാർട്ടാണ് ബബിൾ ചാർട്ട്. ഇനി അടുത്തൊരു ചാർട്ടാണ് സ്റ്റോക്ക് ചാർട്ട്. പേര് പോലെ തന്നെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ പ്രൈസസിന്റെ ഫ്ലക്ച്വേഷൻ അല്ലെങ്കിൽ പ്രൈസിന്റെ മാറ്റം സൂചിപ്പിക്കുന്ന ചാർട്ടാണ് സ്റ്റോക്ക് ചാർട്ട്. സോ എ സ്റ്റോക്ക് ചാർട്ട് ഷോസ് ഫ്ലക്ച്വേഷൻ ഇൻ സ്റ്റോക്ക് പ്രൈസസ്. സ്റ്റോക്ക് പ്രൈസിലെ ഫ്ലക്ച്വേഷൻ കാണിക്കുന്ന ചാർട്ട്. ഇനി അടുത്ത പ്രാധാന്യം എന്ന് പറയുന്നത് ഡേറ്റ ദാറ്റ് ഈസ് അറേഞ്ച്ഡ് ഇൻ കോളം ഓർ റോസ് ക്യാൻ ബി പ്ലോട്ടഡ് ഇൻ എ സ്റ്റോക്ക് ചാർട്ട്. കോളം അല്ലെങ്കിൽ റോ ആയിട്ട് അറേഞ്ച് ചെയ്യുന്ന ഡേറ്റയെ നമുക്ക് സ്റ്റോക്ക് ചാർട്ട് ഉപയോഗിച്ച് പ്ലോട്ട് ചെയ്യാൻ കഴിയുന്നു. സ്റ്റോക്ക് ചാർട്ടിന്റെ പ്രാധാന്യം പറഞ്ഞിട്ട് ഷോസ് ഫ്ലക്ച്വേഷൻ ഇൻ സ്റ്റോക്ക് പ്രൈസ്. സ്റ്റോക്ക് പ്രൈസിലെ ഫ്ലക്ച്വേഷൻ മാറ്റങ്ങൾ ചേഞ്ചുകൾ ഡിസ്പ്ലേ ചെയ്യുന്നു. പൊതുവെ അത്തരം ചാർട്ടുകൾ പലപ്പോഴും സ്റ്റോക്ക് എക്സ്ചേഞ്ചിലാണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. കൃത്യമായ രീതിയിൽ തന്നെ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ പ്രൈസിന്റെ ഫ്ലക്ച്വേഷൻ നമുക്ക് കൃത്യമായ രീതിയിൽ മനസ്സിലാക്കണമെങ്കിൽ സ്റ്റോക്ക് ചാർട്ട് പോലെയുള്ള ചാർട്ടുകൾ യൂസ് ചെയ്യും. ഇനി അടുത്തൊരു ചാർട്ടാണ് സർഫസ് ചാർട്ട്. പലപ്പോഴും നമ്മൾ യൂസ് ചെയ്യാത്ത ഒരു 3 ഡയമെൻഷനിൽ അഫക്റ്റ് ഉള്ള അല്ലെങ്കിൽ 3 ഡയമെൻഷൻ രൂപമുള്ള ചാർട്ടാണ് സർഫസ് ചാർട്ട്. ഡേറ്റ ദാറ്റ് ഈസ് അറേഞ്ച്ഡ് ഇൻ കോളം ഓർ റോസ് ക്യാൻ ബി പ്ലോട്ടഡ് ഇൻ എ സർഫസ് ചാർട്ട്. കോളം അല്ലെങ്കിൽ റോയിൽ അറേഞ്ച് ചെയ്യുന്ന ഡേറ്റയെ നമുക്ക് സർഫസ് ചാർട്ടായിട്ട് പ്ലോട്ട് ചെയ്യാൻ കഴിയുന്നു. എ സർഫസ് ചാർട്ട് ഷോസ് ടോപ്പോഗ്രാഫിക്കൽ ഡേറ്റ. ടോപ്പോഗ്രാഫിക്കൽ ഡേറ്റയാണ് സാധാരണ രീതിയിൽ സർഫസ് ചാർട്ട് ഉപയോഗിച്ച് ഡിസ്പ്ലേ ചെയ്യുന്നത്. പോപ്പുലേഷൻ അല്ലെങ്കിൽ വൈൽഡ് ലൈഫ് പോപ്പുലേഷൻ പോലെയുള്ള കാര്യങ്ങൾ പോലെ ടോപ്പോഗ്രാഫിക്കൽ ഡേറ്റ, ടോപ്പോഗ്രഫി മാപ്പ് എന്നും വിളിക്കുന്ന ഒരു ചാർട്ടാണ് സർഫസ് ചാർട്ട് എന്ന് പറയുന്നത്. ദ ചാർട്ട് ഈസ് യൂസ്ഫുൾ ടു ഫൈൻഡ് ഒപ്റ്റിമം കോമ്പിനേഷൻ ബിറ്റ്വീൻ 2 സെറ്റ് ഓഫ് ഡേറ്റ. 2 സെറ്റ് ഓഫ് ഡേറ്റ തമ്മിലുള്ള ഒപ്റ്റിമം കോമ്പിനേഷൻ കണ്ടെത്താൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു ചാർട്ടാണ് സർഫസ് ചാർട്ട്. സോ സർഫസ് ചാർട്ട് ഈസ് യൂസ്ഫുൾ ടു ഫൈൻഡ് ഒപ്റ്റിമം കോമ്പിനേഷൻ ബിറ്റ്വീൻ 2 സെറ്റ് ഓഫ് ഡേറ്റ. 2 സെറ്റ് ഓഫ് ഡേറ്റ തമ്മിൽ ഏറ്റവും നല്ല ഒപ്റ്റിമം കോമ്പിനേഷൻ കണ്ടെത്താൻ വേണ്ടി യൂസ് ചെയ്യുന്നു. ഇനി അടുത്തൊരു ചാർട്ടാണ് റഡാർ ചാർട്ട്. എ റഡാർ ചാർട്ട് കമ്പയർസ് അഗ്രിഗേറ്റ് വാല്യൂ ഓഫ് സെവറൽ ഡേറ്റ സീരീസ്. സെവറൽ ഡേറ്റ സീരീസിന്റെ അഗ്രിഗേറ്റ് വാല്യൂ കമ്പയർ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ റഡാർ ചാർട്ട് യൂസ് ചെയ്യുന്നത്. കോളം അല്ലെങ്കിൽ റോ ആയിട്ട് പ്ലോട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അറേഞ്ച് ചെയ്യുന്ന ഡേറ്റയെ നമുക്ക് റഡാർ ചാർട്ടായിട്ട് പ്ലോട്ട് ചെയ്യാൻ കഴിയുന്നു. അടുത്ത ചാർട്ടാണ് മാപ്പ് ചാർട്ട്. മാപ്പ് ചാർട്ട് ഈസ് യൂസ്ഡ് ടു ഷോ ജോഗ്രഫിക്കൽ ഡേറ്റ. പല കൺട്രീസ് തമ്മിൽ അല്ലെങ്കിൽ സ്റ്റേറ്റുകൾ തമ്മിലുള്ള കമ്പാരിസൺ, അത്തരം ജോഗ്രഫിക്കൽ ഡേറ്റ പ്ലോട്ട് ചെയ്യാൻ വേണ്ടിയാണ് പലപ്പോഴും മാപ്പ് ചാർട്ട് യൂസ് ചെയ്യുന്നത്. മാപ്പ് ചാർട്ട് ഈസ് യൂസ്ഡ് ടു കമ്പയർ വാല്യൂസ് അക്രോസ് ജോഗ്രഫിക്കൽ റീജിയൻ. ജോഗ്രഫിക്കൽ റീജിയൻ തമ്മിൽ, രാജ്യങ്ങൾ അല്ലെങ്കിൽ സ്റ്റേറ്റുകൾ, അത്തരം ജോഗ്രഫിക്കൽ റീജിയൻ തമ്മിലുള്ള ഒരു കമ്പാരിസണിന് വേണ്ടി യൂസ് ചെയ്യുന്ന ചാർട്ടാണ് മാപ്പ് ചാർട്ട്. സോ മാപ്പ് ചാർട്ട് ഈസ് യൂസ്ഡ് ടു കമ്പയർ വാല്യൂസ് അക്രോസ് geographical region. So chart is used to visualize data.
ഡേറ്റ വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടിയാണ് ചാർട്ട് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതുതായി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിനെ കുറിച്ചുള്ള നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടി ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ കമന്റായി പോസ്റ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.